നെക്സ്റ്റ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എസ്സേ വന്നൊരു ക്വസ്റ്റ്യനാണ് കുടുംബം. കുടുംബം ഘടനയുടെയും വാസസ്ഥലത്തിൻ്റെയും അധികാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എത്ര തരം കുടുംബങ്ങളുണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്ന് എസ്സേ ക്വസ്റ്റ്യനായിട്ട് വന്നതാണ്. അപ്പോൾ കുടുംബം എന്താണ്? കുടുംബം, വിവാഹം, ബന്ധുത്വം എന്നിവ എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഒന്നാണ്. കുടുംബങ്ങളുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, അണുകുടുംബമെന്നും കൂട്ടുകുടുംബമെന്നും. കുടുംബങ്ങളുടെ ഘടനയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് കുടുംബങ്ങളെ തിരിച്ചിരിക്കുന്നു, അണുകുടുംബമെന്നും കൂട്ടുകുടുംബമെന്നും. അണുകുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരൻസും കുട്ടികളും മാത്രം അടങ്ങുന്നതാണ് അണുകുടുംബം. കൂട്ടുകുടുംബം എന്താണ്? പാരൻസും അവരുടെ സിബ്ലിങ്സും അവരുടെ ഫാമിലീസും എല്ലാം ഗ്രാൻഡ് പാരൻസും ഒക്കെ അടങ്ങുന്നതാണ് കൂട്ടുകുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഘടനയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു അണുകുടുംബം, കൂട്ടുകുടുംബം. ഇനി വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുടുംബങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മാതൃസ്ഥാനീയ കുടുംബങ്ങളും പിതൃസ്ഥാനീയ കുടുംബങ്ങളും. അപ്പോൾ മാതൃസ്ഥാനീയ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നവദമ്പതികൾ സ്ത്രീയുടെ മാതാപിതാക്കന്മാരോടൊപ്പം താമസിക്കുന്നു, ഭാര്യാഗൃഹവാസം, ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ അത് മാതൃസ്ഥാനീയ കുടുംബങ്ങളാണ്. അപ്പോൾ നവദമ്പതിമാർ സ്ത്രീയുടെ മാതാപിതാക്കന്മാരുടെ ഒപ്പം താമസിക്കുന്നതാണ് മാതൃസ്ഥാനീയ കുടുംബങ്ങൾ. പിതൃസ്ഥാനീയ കുടുംബങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദമ്പതിമാർ പുരുഷൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നു, അതായത് ഭർതൃഗൃഹവാസം. അപ്പോൾ ദമ്പതിമാർ പുരുഷൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നത് പിതൃസ്ഥാനീയ കുടുംബങ്ങൾ. അപ്പോൾ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണമാണ് മാതൃസ്ഥാനീയ കുടുംബങ്ങളും പിതൃസ്ഥാനീയ കുടുംബങ്ങളും. അടുത്തത് അധികാരം. അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടെണ്ണമാണ് പിതൃദായക കുടുംബവും മാതൃദായക കുടുംബവും. അപ്പോൾ പുരുഷന് അധികാരവും ആധിപത്യവുമുള്ള കുടുംബമാണ് പിതൃദായക കുടുംബം. പുരുഷന് അധികാരവും ആധിപത്യവുമുള്ള കുടുംബമാണ് പിതൃദായക കുടുംബം. മാതൃദായക കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഓപ്പോസിറ്റ്, തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ സ്ത്രീ പ്രധാന പങ്ക് വഹിക്കുന്ന കുടുംബം. ഇത് മാതാവിന് പൂർണ്ണാധികാരമുള്ള കുടുംബങ്ങളാണ്. മാതൃദായക കുടുംബത്തിൽ മാതാവിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും, സ്ത്രീകളാണ് ഇവിടെ തീരുമാനമെടുക്കാൻ പ്രധാന പങ്ക് വഹിക്കുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളാണ് മാതൃദായക കുടുംബം. അപ്പോൾ നമ്മൾ ഘടന, വാസസ്ഥലം, അധികാരം ഇത്രയും പഠിച്ചു. ഇനി അടുത്തത് പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ രണ്ടായി തിരിക്കുന്നു, പിതൃതാവഴി കുടുംബവും മാതൃതാവഴി കുടുംബവും. അപ്പോൾ പിതൃതാവഴി കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരം കുടുംബത്തിൽ പാരമ്പര്യം അച്ഛൻ വഴിയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ സാധാരണയായി നമുക്ക് പിതൃതാവഴി കുടുംബമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പാരമ്പര്യം അച്ഛൻ വഴിയാണ് ലഭിക്കുന്നത്. മാതൃതാവഴി കുടുംബം എന്ന് പറഞ്ഞാൽ മാതൃതാവഴി കുടുംബത്തിൽ പാരമ്പര്യം അമ്മ വഴിയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ പാരമ്പര്യം ആര് വഴി ലഭിക്കുന്നു? അമ്മ വഴി ലഭിക്കുന്നു. ഇതിനു പുറമെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനിച്ച കുടുംബത്തെ നമ്മൾ ദിശാകുടുംബം എന്ന് പറയുന്നു. അപ്പോൾ പാരമ്പര്യത്തിൽ രണ്ടെണ്ണമുണ്ട്, പിതൃതാവഴിയും മാതൃതാവഴിയും. അത് കൂടാതെ ഒരാൾ ജനിച്ച കുടുംബത്തെ നമ്മൾ ദിശാകുടുംബമെന്നും ആ വ്യക്തി വിവാഹം ചെയ്തയക്കപ്പെടുന്ന കുടുംബത്തെ നമ്മൾ പ്രത്യുത്പാദന കുടുംബമെന്നും പറയുന്നു. അപ്പോൾ ഒരു വ്യക്തി ജനിച്ച കുടുംബത്തെ ദിശാകുടുംബമെന്നും വ്യക്തിയെ വിവാഹം കഴിച്ചയക്കപ്പെടുന്ന കുടുംബത്തെ പ്രത്യുത്പാദന കുടുംബമെന്നും പറയുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്ന മറ്റൊരു ഷോർട്ട് എസ്സേ ആണ് വിവാഹത്തിൻ്റെ രൂപങ്ങൾ. അത് പങ്കാളികളുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ റൂൾസിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ വിവാഹങ്ങളുടെ രൂപങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിലാണ് വിവാഹം നിർവചിക്കപ്പെടുന്നത്, ഏകവിവാഹം, ബഹുവിവാഹം. അപ്പോൾ പങ്കാളികളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിലാണ്, ഏകവിവാഹം, ബഹുവിവാഹം. ഈ ബഹുവിവാഹം തന്നെ രണ്ട് രീതിയിലുണ്ട്, ബഹുഭാര്യത്വമുണ്ട്, ബഹുഭർത്തൃത്വമുണ്ട്. ഇനി വിവാഹ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിലാണ്, സ്വഗണ വിവാഹം, ബഹിർഗണ വിവാഹം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പങ്കാളികളുടെ എണ്ണം ആസ്പദമാക്കിയുള്ള വിവാഹങ്ങൾ. അതിനകത്ത് ആദ്യത്തെ ഏകവിവാഹം. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ഏകം എന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ് അർത്ഥം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു പങ്കാളിയെ മാത്രമേ അനുവദിക്കുന്നുള്ളൂ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് ഏകവിവാഹം. ഏകവിവാഹത്തിൽ വരുന്ന മറ്റൊന്നുകൂടിയാണ് അനുക്രമ ഏകവിവാഹം.
അനുക്രമ ഏകവിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കാളിയുടെ മരണശേഷമോ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമോ വേറൊരാളെ വിവാഹം കഴിക്കുന്നു. അപ്പോഴും അവിടെ ഒരാളെ വിവാഹം കഴിക്കുന്നുള്ളൂ. അപ്പോൾ പങ്കാളിയുടെ മരണശേഷമോ അല്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷമോ വീണ്ടും വേറൊരു വ്യക്തിയെ വിവാഹം ചെയ്യുന്നു. ഒന്നിലധികം പങ്കാളികളെ അവിടെയും സ്വീകരിക്കാൻ പാടില്ല. ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനെ അനുക്രമ ഏകവിവാഹം എന്ന് വിളിക്കും. അടുത്തത് ബഹുവിവാഹം. ഒരു വ്യക്തി ഒന്നിലധികം വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് ബഹുവിവാഹം. ഒരു വ്യക്തി ഒന്നിലധികം വിവാഹം കഴിക്കുന്ന രീതി അതിനെയാണ് ബഹുവിവാഹം. ബഹുവിവാഹത്തിൽ രണ്ടെണ്ണമുണ്ട്: ബഹുഭാര്യത്വം, ബഹുഭർത്തൃത്വം. നമുക്കറിയാം, ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താ ബഹുഭാര്യത്വം? ഒരു പുരുഷന് ഒരേ സമയം ഒന്നോ രണ്ടോ അതിലധികമോ ഭാര്യമാരുണ്ടാകുന്ന സമ്പ്രദായമാണ് ബഹുഭാര്യത്വം. ഇനി ബഹുഭർത്തൃത്വം എന്താണ്? ഒരു സ്ത്രീക്ക് ഒരേ സമയം രണ്ടോ അതിലധികമോ ഭർത്താക്കന്മാരുണ്ടാകുന്ന അവസ്ഥയാണ് ബഹുഭർത്തൃത്വം. ഇനി നമ്മൾ പഠിക്കുന്നത് ആ ചാപ്റ്ററിൽ തന്നെ കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കുടുംബം, ബന്ധുത്വം തുടങ്ങിയ അടിസ്ഥാന സങ്കല്പങ്ങളുടെ നിർവചനങ്ങൾ. അപ്പോൾ എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ? പ്രാഥമിക ബന്ധം വഴി നിലനിൽക്കുന്ന വ്യക്തികളുടെ ഗണമാണ് കുടുംബം. പ്രാഥമിക ബന്ധം നിലനിൽക്കുന്ന വ്യക്തികളുടെ ഒരു ഗണമാണ് കുടുംബം. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ കിട്ടുന്ന അല്ലെങ്കിൽ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ ബന്ധുത്വം എന്ന് പറയുന്നു. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെ ബന്ധുത്വം എന്ന് പറയുന്നു. ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വിവാഹവും രക്തബന്ധവുമാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുത്വത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: വൈവാഹിക ബന്ധുത്വം എന്നും രക്തബന്ധം എന്നും. വൈവാഹിക ബന്ധുത്വം അല്ലെങ്കിൽ രക്തബന്ധം. രക്തബന്ധത്തിൻ്റെ മറ്റൊരു പേരാണ് സാഗോത്ര ബന്ധുത്വം. അപ്പോൾ വൈവാഹിക ബന്ധുത്വം എന്താണ്? വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വൈവാഹിക ബന്ധുത്വം. ഭർത്താവും ഭാര്യയും, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും, മരുമകളും മരുമകനും ഒക്കെ തമ്മിലുള്ള ബന്ധുത്വം വൈവാഹിക ബന്ധുത്വമാണ്. ഇനി രക്തബന്ധം അല്ലെങ്കിൽ സാഗോത്ര ബന്ധുത്വം എന്താണ്? രക്തബന്ധം വഴിയോ പൊതുപൂർവികത്വം വഴിയോ ഉണ്ടാകുന്ന ബന്ധുത്വത്തിന് സാഗോത്ര ബന്ധുത്വം എന്ന് പറയുന്നു. രക്തബന്ധം വഴിയോ പൊതുപൂർവികത്വം വഴിയോ ഉണ്ടാകുന്ന ബന്ധത്തിന് സാഗോത്ര ബന്ധം എന്ന് പറയുന്നു. അപ്പോൾ പിതാവ് പുത്രൻ, പിതാവിൻ്റെ സഹോദരനൊക്കെ സാഗോത്ര ബന്ധുത്വമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് വന്നേക്കുന്ന 1 വേർഡ് നോക്കാം. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധമാണ് ബന്ധുത്വം. വിവാഹം വഴിയോ രക്തബന്ധം വഴിയോ വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ബന്ധത്തെയാണ് ബന്ധുത്വം എന്ന് പറയുന്നത്. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് വൈവാഹിക ബന്ധുത്വം. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധുത്വം വൈവാഹിക ബന്ധുത്വം. രക്തബന്ധം വഴിയോ പൊതുപൂർവികത്വം വഴിയോ ഉണ്ടാകുന്ന ബന്ധുത്വമാണ് സാഗോത്ര ബന്ധുത്വം. എന്താണ് സാഗോത്ര ബന്ധുത്വം? അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ. ഇത് നമുക്ക് ഈ 3 സവിശേഷതകളാണ്. 1 പരമാധികാരം, 2 പൗരത്വം, 3 ദേശീയത. ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ. ആദ്യം പരമാധികാരം. ഒരു നിശ്ചിത ഭൂപ്രദേശത്തിനു മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഭരണകക്ഷിയുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? പരമാധികാരമാണ്. പരമാധികാരം രാഷ്ട്രത്തിൻ്റെ കുത്തകയാണ്. ഒരു നിശ്ചിത ഭൂപ്രദേശത്തിനു മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത്. പരമാധികാരം രാഷ്ട്രത്തിൻ്റെ കുത്തകയാണ്. പരമാധികാര രാഷ്ട്രങ്ങളിൽ ആദ്യമൊന്നും പൗരന്മാർക്ക് രാഷ്ട്രീയ പങ്കാളിത്തത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർ ഇത് നേടിയെടുത്തത് നിരന്തരമായ സമരങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. പണ്ട് പരമാധികാര രാഷ്ട്രങ്ങളിൽ പൗരന്മാർക്ക് രാഷ്ട്രീയ പങ്കാളിത്തത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തത് പരമാധികാരം. രണ്ടാമത്തത് പൗരത്വം. പൗരത്വത്തിന് തന്നെ 3 രീതിയിൽ പൗരത്വത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സിവിൽ റൈറ്റ്സിനെ കുറിച്ച് 3 അവകാശങ്ങൾ, പൗരത്വാവകാശങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഈ 3 പോയിൻറ്റും കൂടി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. ഇതിൽ പൗരത്വം മാത്രം ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ പൗരനെ സംബന്ധിച്ച അവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ, ഇവയൊക്കെയാണ് പൗരത്വ അവകാശങ്ങളിൽ പെടുന്നത്. പൗരനെ സംബന്ധിച്ചുള്ള അവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങളൊക്കെയാണ് പൗരത്വത്തിൽ അല്ലെങ്കിൽ പൗരത്വ അവകാശങ്ങൾ പെടുന്നത്. അപ്പോൾ പൗരത്വ അവകാശങ്ങൾ, സിവിൽ റൈറ്റ്സ് 3 രീതിയിൽ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്.
പൗരനെ സംബന്ധിച്ചുള്ള അവകാശങ്ങൾ. എന്താണ് പൗരനെ സംബന്ധിച്ചുള്ള അവകാശങ്ങൾ? നമുക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ തുല്യനീതിക്കായുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ തുല്യനീതി ലഭിക്കാനായുള്ള അവകാശം. അപ്പോൾ പൗരനെ സംബന്ധിച്ചിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഇഷ്ടമുള്ളിടത്ത് താമസിക്കാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ തുല്യമായ നീതി ലഭിക്കാനുള്ള അവകാശം. അടുത്തത് രാഷ്ട്രീയ അവകാശങ്ങളാണ്. പൗരൻ്റെ രാഷ്ട്രീയ അവകാശങ്ങൾ: തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും പൊതുസ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനുമുള്ള അവകാശം. ഒരു തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും വോട്ട് ചെയ്യാനും വേണം, അതുപോലെ തന്നെ നമ്മൾക്ക് മത്സരിക്കാനുമുള്ള അവകാശങ്ങൾ, അതാണ് രാഷ്ട്രീയ അവകാശം. അടുത്തത് സാമൂഹിക അവകാശങ്ങൾ: ഓരോ വ്യക്തിക്കും ഏറ്റവും ചുരുങ്ങിയ നിലവാരത്തിൽ സാമ്പത്തിക പുരോഗതിയും സുരക്ഷയും അനുഭവിക്കാനുള്ള അവകാശം. അപ്പോൾ ഓരോ വ്യക്തിക്കും ഏറ്റവും ചുരുങ്ങിയ നിലവാരത്തിൽ സാമ്പത്തിക പുരോഗതിയും സുരക്ഷയും അനുഭവിക്കാനുള്ള അവകാശം, അതാണ് സാമൂഹിക അവകാശം. അപ്പോൾ 3 സിവിൽ റൈറ്റ്സ് ആണ് പൗരനെ സംബന്ധിച്ച അവകാശം, രാഷ്ട്രീയ അവകാശം, സാമൂഹിക അവകാശം. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാം. അടുത്തത്, അപ്പോൾ നമ്മൾ സവിശേഷതകളാണ്, രാഷ്ട്രത്തിൻ്റെ സവിശേഷതകളാണ് പറഞ്ഞിരുന്നത്. അതിൽ ഒന്നാമത്തെയാണ് പരമാധികാരം, രണ്ടാമത്തെയാണ് പൗരത്വം, മൂന്നാമത്തേത് ദേശീയത. ഒരു ഏകരാഷ്ട്രീയ സമുദായത്തിൻ്റെ ഭാഗമാണെന്ന ബോധം പ്രദാനം ചെയ്യുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും ദേശീയത എന്ന് നിർവചിക്കുക. അപ്പോൾ ഒരു ഏകരാഷ്ട്രം, അപ്പോൾ നമ്മൾ ഇന്ത്യയാണ് നമ്മുടെ നാഷണലിസം, അല്ലെങ്കിൽ നമ്മളുടെ ദേശീയത എന്താണ്? നമ്മൾ ഇന്ത്യക്കാരാണെന്നുള്ള ബോധം. ഒരു ഏകരാഷ്ട്രീയ സമുദായത്തിൻ്റെ ഭാഗമാണെന്ന ബോധം പ്രദാനം ചെയ്യുന്ന ഒരു കൂട്ടം ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയും ദേശീയത എന്ന് നിർവചിക്കാം. അടുത്തത്, ദേശീയത വ്യക്തികളിൽ ഐക്യബോധവും രാജ്യസ്നേഹവും ജനിപ്പിക്കുന്നു. ദേശീയത വ്യക്തികളിൽ ഐക്യബോധവും രാജ്യസ്നേഹവും ജനിപ്പിക്കുന്നു. ദേശീയത ഒരു ആധുനിക പ്രതിഭാസമാണ്. ദേശീയത ഒരു ആധുനിക പ്രതിഭാസമാണ്. ആധുനിക രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തോടെയാണ് ദേശീയത ഉയർന്നു വന്നത്. അപ്പോൾ ആധുനിക രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തോടെയാണ് ദേശീയത ഉയർന്നു വന്നത്. ദെൻ, ആഗോള വിപണിയുടെ ത്വരിതഗതിയിലുള്ള വ്യാപനവും കടുത്ത ദേശീയ വികാരങ്ങളും പോരാട്ടങ്ങളും സമകാലിക ലോകത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ആഗോള വിപണിയുടെ വ്യാപനം, കടുത്ത ദേശീയ വികാരങ്ങളും പോരാട്ടങ്ങളും സമകാലിക ലോകത്തിൻ്റെ സവിശേഷതകളാണ്. ഇതൊക്കെയാണ് ദേശീയതയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ 3 സവിശേഷതകളാണ്: പരമാധികാരം, പൗരത്വം, ദേശീയത. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്നത് വിദ്യാഭ്യാസമാണ്. സംഘപൈതൃകം പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയയായിട്ടാണ് സമൂഹശാസ്ത്രം വിദ്യാഭ്യാസത്തെ കാണുന്നത്. എന്താണ്? സംഘപൈതൃകം പകർന്നു നൽകാനുള്ള ഒരു വിനിമയ പ്രക്രിയയായാണ് വിദ്യാഭ്യാസത്തെ സമൂഹശാസ്ത്രം കാണുന്നത്. വിദ്യാഭ്യാസത്തെ നമുക്കിവിടെ മെയിനായിട്ട് 3 രീതിയിൽ തരംതിരിക്കാം. ഔപചാരിക വിദ്യാഭ്യാസം, അതായത് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ഫോർമൽ എഡ്യൂക്കേഷൻ, ഔപചാരിക വിദ്യാഭ്യാസം. അടുത്തത് അനൗപചാരിക വിദ്യാഭ്യാസം, നോൺ ഫോർമൽ, അതായത് വിദൂര വിദ്യാഭ്യാസം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് അനൗപചാരിക വിദ്യാഭ്യാസം. അടുത്തത് ആനുഷാംഗിക വിദ്യാഭ്യാസം, ആനുഷംഗിക വിദ്യാഭ്യാസം, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ, ആനുഷംഗിക വിദ്യാഭ്യാസം. കുടുംബങ്ങളിലൂടെയും സമപ്രായക്കാരിലൂടെയൊക്കെ ഉള്ള പഠനമാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ, അതായത് ആനുഷംഗിക വിദ്യാഭ്യാസത്തിൽ വരുന്നത്. അപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബങ്ങളിലൂടെയുള്ള പഠനം അല്ലെങ്കിൽ സമപ്രായക്കാരിലൂടെയുള്ള പഠനം എന്നിവ ഏത് വിദ്യാഭ്യാസ രീതിയാണ്? ആനുഷംഗിക വിദ്യാഭ്യാസം. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. അതുപോലെ വിദൂര വിദ്യാഭ്യാസം, അനൗപചാരിക വിദ്യാഭ്യാസം. അപ്പോൾ അതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഇനി നമ്മളിവിടെ നോക്കുന്നത് ലളിത സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും ആധുനിക സമൂഹങ്ങളിലെ വിദ്യാഭ്യാസവും തമ്മിലുള്ള വ്യത്യാസം. 1,
ലളിത സമൂഹങ്ങളിലുള്ള വിദ്യാഭ്യാസം ആനുഷംഗിക വിദ്യാഭ്യാസമായിരുന്നു. അതായത് കുടുംബം പഠിക്കാനൊന്നും പോകില്ല, കുടുംബങ്ങളിൽ നിന്ന് സമപ്രായക്കാരിൽ നിന്നൊക്കെ നേടുന്ന വിദ്യാഭ്യാസമായിരുന്നു. പക്ഷേ ആധുനിക സമൂഹത്തിൽ ഔപചാരിക വിദ്യാഭ്യാസമാണ്. സ്കൂളിലും കോളേജിലും ഒക്കെ പോയി തന്നെയാണ് പഠിക്കുന്നത്. ഇനി ലളിത സമൂഹങ്ങളിലെ കുട്ടികൾ മുതിർന്നവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആചാരങ്ങളും ജീവിത രീതിയും പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലളിത സമൂഹത്തിലെ കുട്ടികൾ മുതിർന്നവരോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ആചാരങ്ങളും ജീവിത രീതിയും പഠിക്കുന്നു. പക്ഷേ ആധുനിക സമൂഹത്തിൽ, ആധുനിക സങ്കീർണ സമൂഹങ്ങളിൽ വിദ്യാഭ്യാസം ഔപചാരികവും വ്യക്തവുമായിരിക്കണം. വിദ്യാഭ്യാസം എപ്പോഴും ഔപചാരികവും വ്യക്തവുമായിരിക്കണം ആധുനിക സമൂഹങ്ങളിൽ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ലളിത സമൂഹങ്ങളിൽ കുടുംബം, ബന്ധുക്കൾ, ഗോത്രം, ജാതി, മതം എന്നിവയെ അടിസ്ഥാനമാക്കി പ്രത്യേക മൂല്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്തൊക്കെയാണ്? കുടുംബം, ബന്ധുക്കൾ, ഗോത്രം, ജാതി, മതം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രത്യേക മൂല്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിലോ സാർവത്രിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ് ആധുനിക വിദ്യാഭ്യാസം. സാർവത്രിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അതുപോലെ തന്നെ ഐക്യരൂപം, ക്രമീകൃതമായ അഭിലാഷങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. ഐക്യരൂപവും ക്രമീകൃതമായ അഭിലാഷങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു ആധുനിക സാമൂഹ്യ വിദ്യാഭ്യാസത്തിൽ.